നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വനവാസത്തിന് പോകാൻ നിന്നവനെ പിടിച്ച് ജനങ്ങൾ പട്ടാഭിഷേകം നടത്തിയെന്ന് നടൻ സലീം കുമാർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് വേളകളിൽ ഏറ്റവും കൂടുതലും ആവേശഭരിതമായി രാഷ്ട്രീയം പറഞ്ഞ, പൊതുബോധ്യത്തോട് രാഷ്ട്രീയം നിലവിളിച്ചു പറഞ്ഞ, അല്ലെങ്കിൽ ഒരു മറയും ഒളിയുമില്ലാതെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ പിണറായി വിജയനെ പച്ചയ്ക്ക് പറഞ്ഞ സലീം കുമാറാണ് ഇപ്പോൾ വി ഡി സതീശന് വേണ്ടി, അല്ലെങ്കിൽ വി ഡി സതീശനെ കുറിച്ചുള്ള ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന് പറവൂർ പൗരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു സലീം കുമാർ. ദൃശ്യം 3-ാം ഭാഗത്തിന്റെ ക്ലൈമാക്സ് പോലെ 10 ദിവസം നമ്മളെ മുൾമുനയിൽ നിർത്തിയെന്നും കാത്തിരുന്നതുകൊണ്ട് കേരളത്തിന് പുഞ്ചിരിക്കുന്ന മുഖ്യമന്ത്രി കിട്ടിയെന്നും സലീം കുമാർ പറയുന്നു. സ്വന്തം ഭാവി പോലും കണക്കിലാക്കാതെ റിസ്ക് എടുത്ത വി ഡി സതീശനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. നല്ല തുടക്കം എന്നത് പകുതി ചെയ്തതിന് സമാനമാണ്. ചിരിക്കും മുഖത്തോടെ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും സലീം കുമാർ കൂട്ടിച്ചേർത്തു. അതേസമയം വി ഡി സതീശൻ ഒരു അത്ഭുതമാണ് എന്ന് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയും പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇത്രയധികം ജനപ്രീതി നേടിയ മറ്റൊരാളില്ല എന്ന് ചൂണ്ടിക്കാണിച്ച ശ്രീകുമാരൻ തമ്പി അതിന് കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവമാണെന്നും പറഞ്ഞു. ജനങ്ങളുടെ വോട്ട് നേടിയ ശേഷം ഞാൻ രാജാവും വോട്ട് ചെയ്തവർ പ്രജകളുമാണ് എന്ന് കരുതിയാൽ ദുഃഖിക്കേണ്ടി വരും. വി ഡി സതീശൻ അങ്ങനെയുള്ള ഒരാളല്ല എന്നതുകൊണ്ടാണ് ഈ പരിപാടിക്ക് വന്നതെന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കി. ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിമാരും രാജാക്കന്മാരല്ലെന്നും ശ്രീകുമാരൻ തമ്പി ചൂണ്ടിക്കാണിച്ചു. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ നാടൊന്നാകെ മുറവിളി കൂട്ടിയ അനുഭവം ഉണ്ടായെന്നും ഇത് കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കുമെന്നുമാണ് നടൻ മോഹൻലാലും അഭിപ്രായപ്പെട്ടത്. സത്യസന്ധത, സുതാര്യത എന്നിവ മുഖ്യമന്ത്രിയിൽ പ്രകടമാണെന്നും ജീവിതത്തിൽ മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നുമാണ് താരം പറഞ്ഞത്. എന്തായാലും സലീം കുമാറിന്റെ അടക്കമുള്ളവരുടെ ബൈറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തി. മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകുക. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീഷ് ചേട്ടൻ്റെ അവസ്ഥ എന്തായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് എൻ്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ, അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, 100 സീറ്റ് കിട്ടും, 100 സീറ്റ് കിട്ടുമെന്ന് എല്ലാ പതിനെട്ട് സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ ഒരു ചങ്കൂറ്റം കൊണ്ടായിരുന്നു. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളതിൻ്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റന്നാളാണ് വന്നെങ്കിൽ ഇന്നാണ് അവർ വിളിക്കണത്. അപ്പം ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഇന്ന് വേണ്ട, നാളെ മതി. ഞാൻ പറഞ്ഞു നാളെ പറ്റൂല, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക്. അങ്ങനെ അന്ന് തന്നെ എഴുതി ഞാനത് അയച്ചു കൊടുത്തു, മനോരമയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റും, ഇതെൻ്റെ ചങ്കിൽ നിന്നെടുത്ത വാചകങ്ങളാണ്, അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാരൻ്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയാറ്.
നല്ല തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ നല്ല തുടക്കമായിരുന്നു. അതിമനോഹരമായിട്ട് ഇനിയുള്ള വർഷങ്ങൾ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുഞ്ചിരി, അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഈ പുഞ്ചിരി, പാൽപുഞ്ചിരി എന്ന് പറയാം, അത് മായാതെ തുടർച്ചയായി സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പ്രതീക്ഷകളോടെയാണ് കേരളം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പരവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദേശത്തിൻ്റെ ഭാഗ്യവനായ മുഖ്യമന്ത്രിയാണിപ്പോൾ ശ്രീ വി ഡി സതീശൻ സാർ. മഴയും പുഴകളും മലയും കാടും കടലും ഒരുപോലെ അനുഗ്രഹിച്ച ഒരിടം. കൃഷിയും വാണിജ്യവും കലയും സംസ്കാരവും പരസ്പരം ലയിച്ച നാട്. തൊഴിലിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴെല്ലാം ഈ നാടിനെയും അതിൻ്റെ അമൂല്യമായ സമ്പത്തിനെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകളെ ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ചരിത്രം, സംസ്കാരം, കല, പ്രാദേശിക ഭംഗികൾ, കാലാവസ്ഥ, വാണിജ്യ വിഭവങ്ങൾ തുടങ്ങി ലോകത്തിന് പ്രിയപ്പെട്ട എത്ര കാര്യങ്ങൾ. കുരുമുളക് കൊണ്ടുപോയ വൈദേശിക ശക്തികളോട് ഞങ്ങളുടെ തിരുവാതിര ഞാറ്റുവേല നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവിന് ഓർമ്മ വരുന്നു. അത്രമേൽ അനുഗ്രഹീതരാണ് നമ്മൾ. കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിക്ക് മുന്നിൽ ഒരേ സമയം വെല്ലുവിളിയും സാധ്യതകളുമാണ് ഇവ. സാമാന്യത്തിലധികം വായനയും ചിന്തയുമുള്ള സതീശൻ സാറിന് ഇക്കാര്യങ്ങളെല്ലാം എന്നേക്കാൾ നന്നായിട്ടറിയാം എന്നെനിക്ക് ഉറപ്പുണ്ട്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ വി ഡി സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമറാവാതെ തരമില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളം നേരിടുന്ന പല വെല്ലുവിളികളെക്കുറിച്ച് മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു ആ എഴുത്തുകൾ. ശുചിത്വം, പൗരബോധം, റോഡ് സംസ്കാരം, നിശബ്ദരായ മനുഷ്യരുടെ സഹനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പരിസര ശുചിത്വത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോൾ എത്ര രോഗങ്ങളാണ് കേരളത്തിൽ താവളമടിക്കാറുള്ളത്. ഇതിന് പലതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മനുഷ്യർ കേരളത്തിലെ റോഡുകളിൽ ഒരു വർഷം മരിക്കുന്നു എന്ന് ഞാൻ ഞെട്ടലോടെ ഒരിടത്ത് വായിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. മരിച്ചവരെക്കാൾ അധികമാണ് ഗുരുതരമായ പരിക്കേറ്റ് വീടുകളിലേക്ക് ഒതുങ്ങി ജീവിതം തകർന്ന് കഴിയുന്നവർ. ഈ രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എൻ്റെ ആകുലതകളായി വയ്ക്കുകയാണ്. ആളെ കൊല്ലുന്ന റോഡുകളിൽ നിന്നും നാടിനെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഒരു ചുവടുവെപ്പായിരിക്കും. മറ്റൊന്ന് മയക്കുമരുന്നാണ്. നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരുമായും സൗഹൃദം നിലനിർത്തുന്ന ആളാണ് ഞാൻ. കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രബോധമാണ് എന്നെ എപ്പോഴും നയിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എല്ലാ ജനങ്ങളുടേതുമാണ്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും മാത്രമായി ഇവിടെ വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും എനിക്കറിയാം.
അവകാശങ്ങൾക്കൊപ്പം വരുന്ന നിഴലാണ് കടമകൾ. ഒരു കലാകാരന് എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എന്നത്തെയും പോലെ സതീശൻ സാറിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇത്തരത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് കരങ്ങൾ പ്രിയപ്പെട്ട സതീശൻ സാറിനോടൊപ്പമുണ്ട്. എന്തിനും തയ്യാറായി ഞങ്ങൾ കേരളീയർ താങ്കൾക്കൊപ്പമുണ്ട്. ധീരമായി ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുക. നമുക്കൊന്നായി ഈ കേരളത്തെ മാറ്റിയെടുക്കാം. അതിൻ്റെ പരാധീനതകളെ മറികടക്കാം. പറവൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമാക്കാർക്ക് പറവൂർ ഭരതൻ ചേട്ടനാണ്. കേരളത്തിൻ്റെ ചരിത്രമെന്ന് സന്ധിക്കുന്ന ദേശമാണിത്. ഇവിടെ വന്ന് ഇത്രയും മഹനീയമായ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്നെ ക്ഷണിച്ച സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ശ്രീ VD സതീശൻ സാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ എന്തുകൊണ്ട് എൻ്റെ മനസ്സ് ആധുനിക സിംഗപ്പൂരിൻ്റെ സൃഷ്ടാവ് ലീ ക്വാൻ യുവിൻ്റെ ജീവിതം തെളിഞ്ഞു. ഞാൻ നിരന്തരം യാത്ര പോകുന്ന ഒരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് സിംഗപ്പൂർ. എനിക്കവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് 11 വർഷമായി. ഇപ്പോഴും അവിടുത്തെ സൗഹൃദ സദസ്സുകൾ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതെ പിരിയാറില്ല. ചിലർ അദ്ദേഹത്തെ ഓർത്ത് കരയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭരണാധികാരി ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാകുന്നത് സിംഗപ്പൂരിൽ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും കാണുന്നു. അറിവ്, ലോകാനുഭവങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കാനുള്ള കഴിവ്, നാടിനോടും മനുഷ്യരോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹവും സത്യസന്ധതയും കഠിനാധ്വാനവും സമർപ്പണവും ഇവയെല്ലാം ലീ ക്വാൻ യുവിൽ ഒത്തുചേർന്നിരുന്നു. യാഥാർത്ഥ്യവും സ്വപ്നങ്ങളും നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. തീർച്ചയായും ബഹുമാനപ്പെട്ട സതീശൻ സാർ അവ വായിച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് മറ്റൊരാളാവാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. എപ്പോഴും ജാഗ്രതയോടെ ലോകത്തെയും ജീവിതത്തെയും വീക്ഷിക്കുകയും ഒരു വിദ്യാർത്ഥിയെപ്പോലെ നിരന്തരം പഠിക്കുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ലീ ക്വാൻ യുവിനെ പോലെ സ്വപ്നം കാണാനും കഠിനാധ്വാനത്തിലൂടെ പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാനും സാധിക്കട്ടെ. അതിനെല്ലാ പിന്തുണയുമായി സാധാരണക്കാരായ ഞങ്ങളുണ്ട്, ഞാനുണ്ട്, നമ്മളുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല സായനം നേരുന്നു. VD സതീശൻ സാറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശംസ ചൊരിയുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്.